ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ റോർ ബാങ്കിന് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. നിങ്ങൾ ഓൾറെഡി നമ്മുടെ മെയിൻ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയണ്ടായിരിക്കും. എനിക്ക് ആക്ച്വലി റോർ ബാങ്കിന് ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. സാധനം റോർ ബാങ്ക് കാർഡ് ഇതുവരെ കയ്യിൽ കിട്ടിയിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇവർ ഡെലിവറി കൊറിയർ ത്രൂ ആണ് അയച്ചേക്കുന്നത്. ഒരു 5-6 ദിവസമായിട്ട് സാധനം ലേറ്റ് ആണ്, ഡിലേ ആണ്. ഇന്ന് ഔട്ട് ഡെലിവറി ഒക്കെ ആയിട്ടുണ്ട്. ഇതുവരെയായിട്ടും ഒരു വിവരമില്ല. അവരെ നമ്മുടെ എക്സിക്യൂട്ടീവിനെ വിളിക്കുമ്പോൾ അവന്മാർ ഫോൺ എടുക്കണമില്ല. ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും ഡെലിവറിയുടെ നല്ല കിടിലൻ സർവീസ് ആണല്ലോ. അവനെ പറഞ്ഞിട്ട് അറിയില്ല. അവന്മാരാണെങ്കിൽ ഡ്രോർ ബാങ്ക് ആണെങ്കിൽ അതിനായിട്ടും വലിയ സർവീസാണ്. അവന്മാരെ വിളിച്ചാലും കിട്ടില്ല. കസ്റ്റമർ കെയർ ഭയങ്കര പൂവെന്ന് പറഞ്ഞാൽ ഭയങ്കര പൂവറാണ് കേട്ടോ. അതാണ് ഭയങ്കര. എനിക്കിപ്പോൾ റീസെൻ്റ്ലി എന്നിട്ട് ഞാൻ കുറേ എന്താ പറയുക സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് അവന്മാർ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് അവരുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. റോർ ബാങ്കിൻ്റെ അവരെനിക്ക് കസ്റ്റമർ കെയർ നമ്പറൊക്കെ തന്നിട്ടുണ്ട്, ടോൾ ഫ്രീ നമ്പറൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾക്കത് അവരുടെ വെബ്സൈറ്റിൽ പോയാലും കിട്ടും. അവർ ആക്ച്വലി വിളിച്ചിട്ടുണ്ടായിരുന്ന നമ്പർ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു 7600 പറഞ്ഞിട്ടൊരു നമ്പറാണിത്. അല്ല, ഇതല്ല, ഇതാണെന്നുണ്ട്. കുറേ കോൾ വന്നിട്ടുണ്ടോ? ഇതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഈ സംഭവം ഈ നമ്പർ കണ്ടോ? ഇതാന്ന് തോന്നുന്നുണ്ട്. 912263 എന്ന് പറഞ്ഞിട്ട് ഒരു 649 ലാസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവർ വേറെ ടോൾ ഫ്രീ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റോർ ബാങ്കിൻ്റെ ടോൾ ഫ്രീ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഇതിൽ കാണിച്ചു തരാം. ഞാനത് അവർ പറഞ്ഞ സാധനം ഇങ്ങനെ ടോൾ ഫ്രീ നമ്പർ ഇതാണ് സാധനം കേട്ടോ. റോർ ബാങ്കിൻ്റെ ടോൾ ഫ്രീ നമ്പറാണത്. 180020 ഒരു 59. അതാണ് കേട്ടോ റോർ ബാങ്കിൻ്റെ ടോൾ ഫ്രീ നമ്പർ. കസ്റ്റമർ കെയർ നമ്പറാണത്, ഒഫീഷ്യൽ നമ്പറാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ രണ്ടായാലും കസ്റ്റമർ കെയർ ഭയങ്കര ശോകം തന്നെയാണ്. അപ്പോൾ ഞാൻ അവരുടെ മെസ്സേജ് വേണമെങ്കിൽ കാര്യം കാണിച്ചു തരാം. എനിക്ക് സാധനം ഇന്ന് ഔട്ട് ഓഫ് ഡെലിവറി ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇതാണ് കളർ പ്ലാസ്റ്റ് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇവരുടെ എന്താ പറയുക ഡെലിവറിയുടെ ഉണ്ടോ. ഈ സാധനം ഔട്ട് ഡെലിവറി ഒക്കെ വിളിച്ചിട്ട്. പക്ഷെ ഒരു നോർമലി ഡെലിവറി എനിക്കിവിടെ അങ്ങനെ ഞാൻ നോർമലി ഡെലിവറി അങ്ങനെ എന്താ പറയുക എടുക്കാറില്ല. എടുക്കാൻ തന്നെ ഇപ്പം എന്താ വെച്ചാൽ എനിക്ക് ക്രെഡിറ്റ് കാർഡോ ബാങ്കിങ്ങോ സംഭവങ്ങളൊക്കെ എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ ഞാൻ നോർമലി ബാങ്കുകളെ വിളിച്ച് പറയാറുണ്ട്. എനിക്ക് ബ്ലൂ ഡാർട്ടോ അല്ലെങ്കിൽ ഇന്ത്യ പോസ്റ്റ് അയച്ചാൽ മതി ഡെലിവറി അയക്കണം. എന്ന് വെച്ചാൽ അവന്മാർ തല്ലിപ്പുള്ളി സാധനങ്ങളാണ്. ഡെലിവറി ചെയ്യാൻ നോക്കാണ്ട് തന്നെ അവന്മാർ തിരിച്ചയക്കണം പ്രൊഡക്റ്റ് ഇവർക്ക്. അപ്പോൾ ബാങ്കിങ്ങൊക്കെ ഭയങ്കര റിസ്ക് ആണല്ലോ. ബാക്കിയുള്ളതൊക്കെ പോട്ടാൻ വിചാരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോർമലി ഇവരെ റെക്കമെൻഡ് ചെയ്യാറില്ല. ഇത് റോർ ബാങ്കിനെ അവർ കോൺടാക്ട് ചെയ്തിട്ട് അവർ റിപ്ലൈ തരണ്ടേ, നല്ല പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പുതിയൊരു ബാങ്കാണ്, യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക്. പുതിയ ബാങ്കല്ല, ക്രെഡിറ്റ് കാർഡ് ഇറക്കുന്നത് ആദ്യമായിട്ടാണ്. പുതിയ ബാങ്കാണ്. ഒന്നാമത് സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. ഇതിന് മുമ്പ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇറക്കിക്കുന്നത് നമ്മുടെ EU ബാങ്കാണ്. ബാക്കി വേറെ ഒറ്റ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്കും ക്രെഡിറ്റ് കാർഡ് ലൈസൻസ് ഇല്ല. ഇവർക്ക് ആക്ച്വലി റീസണിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റോർ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ആക്കിയത്. സാധനം കാർഡിൻ്റെ കാര്യം കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്രെഡിറ്റ് കാർഡ് ഒക്കെ തന്നെയാണ്. ഇവർ എന്താ പറയുക, ഇവർ പറയുന്നതനുസരിച്ച് ഇവർ എന്താ പറയുക അഡ്വർടൈസ് ചെയ്യുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് സാധനം ക്രെഡിറ്റ് കാർഡാണ്. ഒരു UP ക്രെഡിറ്റ് കാർഡാണ്. റൂപേ വേരിയന്റിൽ വരുന്നൊരു കാർഡാണ്. ഇൻസ്റ്റന്റ് അപ്രൂവലാണ്. 1.5 ലാക്ക് വരെ നമുക്ക് ഇൻസ്റ്റന്റ് അപ്രൂവൽ കിട്ടും. നിങ്ങൾ സിബിൽ ബേസ്ഡ് ആണ് ഫുള്ളി അപ്രൂവലും കാര്യങ്ങളൊക്കെ വരിക. അതുപോലെ തന്നെ എന്താ പറയുക ആപ്പും അത്യാവശ്യം സ്മാർട്ടായിട്ട് ആപ്പാണ്. പക്ഷേ ഇതുവരെ ആയിട്ടുള്ള ഒരു റിവ്യൂ എടുത്ത് പറയുകയാണെങ്കിൽ ഇവരുടെ ആപ്പൊക്കെ ഇവർക്ക് തീരെ പരിചയമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാട്ടെ. എന്ന് വെച്ചാൽ പുതിയ സംഭവം ആയതുകൊണ്ട് തന്നെ ഇവരുടെ സ്റ്റാഫ്സ് ആയിക്കോട്ടെ എല്ലാവരും തപ്പിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയിലുണ്ട്. ഇന്നലെ 2-3 ദിവസമായിട്ട് സാധനത്തിൻ്റെ ആപ്പൊക്കെ ഡൗൺ ആയിരുന്നു. അതും എനിക്ക് ആക്ച്വലി ഇമെയിലും എല്ലാവർക്കും വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഓൾറെഡി കാർഡ് അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി മെയിൽ വന്നിട്ടുണ്ടായിരിക്കും. അവരൊരു ഗ്ലിച്ച് കാരണമാണ് അത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി. ആ മെയിൽ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 24 മണിക്കൂറിന് മുകളിൽ കഴിഞ്ഞിട്ടാണ് അതിന് അപ്ഡേറ്റ് ഒക്കെ വന്നത്. അപ്പോൾ ഇപ്പോൾ സാധനം ആപ്പ് വർക്കിംഗ് ആണ്. പക്ഷേ കാർഡ് ഫിസിക്കൽ കാർഡ് വരാണ്ട് ഇവരുടെ വെർച്വൽ കാർഡ് എടുക്കാൻ പറ്റില്ല. അതാണ് വേറൊരു പ്രോബ്ലം. ഫിസിക്കൽ കാർഡ് വന്നു കഴിഞ്ഞാൽ മാത്രമേ സാധനം ആക്ടിവേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഡെലിവറി ആയതുകൊണ്ട് തന്നെ അത് നല്ലതായി തന്നെ വേണം പറയാമെന്ന് ചെറുമാർ ഒരു വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ കാർഡ് ആക്റ്റീവ് ആണെങ്കിൽ പിന്നെ പറയും വേണ്ടല്ലോ. അപ്പോൾ പുലിവാലാണ്. അപ്പോൾ ഇത് ഇന്ന് കിട്ടുമോ കയ്യിൽ കിട്ടുമോ എന്ന് അറിയില്ല. ഓൾമോസ്റ്റ് ഒരു 4 ദിവസം ഇപ്പോൾ ലേറ്റ് ആണ് ഓൾറെഡി. ഇതേപോലെ തന്നെയായിരുന്നു ഡെലിവറി ത്രൂ. എനിക്ക് ഫെഡറൽ ബാങ്കിൻ്റെ വന്നപ്പോൾ ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമർ കെയർ പിന്നെയും കുഴപ്പമില്ലാത്തത് കൊണ്ട് അവരെ വിളിച്ചൊക്കെ കുറേ കംപ്ലൈൻറ്റ് ഒക്കെ ലാസ്റ്റ് കിട്ടിയത്. ഇതിപ്പോൾ അവരെ വിളിച്ചാലും കിട്ടില്ല, ഇവരെ വിളിച്ചാലും കിട്ടില്ല. അപ്പോൾ നല്ല കോമഡിയാണ്. പിന്നെ ഞാൻ നോർമലി ഇപ്പം എന്നോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് SBM ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അവർക്ക് കുറേ SBM ബാങ്കിൻ്റെ FD ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അപ്പോൾ ഞാനിത് ആക്ച്വലി റെക്കമെൻഡേഷൻ ആയിട്ട് പറയാറില്ല. എന്ന് വെച്ചാൽ കുറേ പേര് ചോദിക്കുന്നു എനിക്ക് ഒരു FD ക്രെഡിറ്റ് കാർഡ് റെക്കമെൻഡ് ചെയ്യാൻ ചോദിച്ചിട്ട് വരുന്നത്. അതായത് സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു നല്ല ക്രെഡിറ്റ് കാർഡ് റെക്കമെൻഡ് ചെയ്യാൻ ചോദിക്കുമ്പോഴാണ് ഞാൻ നോർമലി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് റെക്കമെൻഡ് അല്ല പറയാറ്. എന്ന് വെച്ചാൽ ഇവരാണ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തരുന്നത്. പക്ഷേ കസ്റ്റമർ കെയറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ശോകം തന്നെയാണ്. അപ്പോൾ അത് ഏത് എടുത്താലും
FD കാർഡിൽ എല്ലാ സാധനവും കണക്കാണ്. SBI ബാങ്ക് ആയിക്കോട്ടെ, IDFCയുടെ വൗ കാർഡ് ആയിക്കോട്ടെ, എല്ലാത്തിനും കസ്റ്റമർ കെയർ ശോകം തന്നെയാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ ഭയങ്കര Amexന്റെ കസ്റ്റമർ കെയറിൻ്റെ പോലെ സാധനങ്ങൾ കിട്ടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. എന്ന് വെച്ചാൽ ഇത് റീസെൻ്റ്ലി ഇപ്പോൾ എനിക്കൊരു കമൻറ്റ് ഞാൻ കണ്ടു എന്ന് വെച്ചാൽ SBI ബാങ്ക് എടുത്തിട്ട് ഒരു കസ്റ്റമർ കെയർ വൻ ശോകമാണ് ഞാൻ പറഞ്ഞിട്ട് എടുത്തെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറയാറുണ്ട്, ഞാൻ പ്രൊമോഷൻ ഒന്നും എടുക്കാറില്ല. ഞാൻ ആകെ നമ്മുടെ റെഫറൽ ലിങ്ക് താഴെ കൊടുക്കാറുണ്ടെന്ന് മാത്രം. അപ്പോൾ നമുക്ക് റെഫറൽ ബേസ്ഡ് ആരെങ്കിലും കണ്ട ലിങ്ക് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കമ്മീഷൻ കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ നോർമലി ഇത് പ്രൊമോഷനൊക്കെ ഇഷ്ടം പോലെ വരാറുണ്ട്, ഞാൻ പ്രൊമോഷൻ എടുക്കാറില്ല. ഇതാണ് മെയിൻ ഇഷ്യൂസ്. എന്താ വെച്ചാൽ ഇതെല്ലാം ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റാണ്, നമ്മൾ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് വീഡിയോസൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു അതിൻ്റെ പിന്നിൽ ഒരു റിസർച്ച് വേണം. അല്ലാണ്ട് ഒരാളിപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എന്താ പറയുക, റെക്കമെൻഡ് ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങളിപ്പോൾ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ പറഞ്ഞാൽ പോലും നിങ്ങളുടെ ഒരു റിസർച്ച് അതിൻ്റെ പിന്നിൽ വേണം. അല്ലാണ്ട് ഒരാളെയും അത് ഫൈനാൻസ് അല്ലെങ്കിൽ ക്യാഷ് ആകുമ്പോൾ ഒരാളെയും ചുമ്മാ കയറി പറഞ്ഞു കേട്ടിട്ട് എടുക്കാൻ പാടില്ല. നമ്മുടെ റിസർച്ച് പിന്നിൽ അതിന് വേണം. അല്ലാത്തവർ പോയി പെടുന്നത് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കാശിൻ്റെ പരിപാടിയാണ് ഈ ഫിനാൻഷ്യൽ സംഭവങ്ങൾ ഫുള്ള്. ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, എന്ത് ബാങ്കിങ് സംഭവങ്ങളായിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ റിസർച്ചിൻ്റെ പിന്നിലും വേണം നമ്മൾ സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഇപ്പോൾ ഇൻഷുറൻസ് തന്നെ ഇപ്പോൾ കുറേ പേര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് അഡ്വൈസർ പറഞ്ഞു പറഞ്ഞിട്ട് ചാടി കയറി എടുത്താൽ പണി കിട്ടും. അത് ആ ക്ലെയിം ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാ സാധനവും അതിൻ്റെ പിന്നിൽ അവരുടെ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. എല്ലാ സാധനവും നമുക്ക് അവർ അയച്ചു തരും അതിൻ്റെ കൂടെ, അല്ലെങ്കിൽ അവരുടെ സൈറ്റിലുണ്ട്. ഇതൊക്കെ വായിച്ചു നോക്കിയിട്ട് വേണം എടുക്കണ്ട. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പ്രൊമോഷനല്ല നിരക്കൊക്കെ പറയാറ്. അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ കാർഡ് ഇതുമായിട്ട് കിട്ടിയിട്ടില്ല സാധനം. പക്ഷേ അവരുടെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. വെച്ചാൽ മന്ത്ലി നമുക്ക് 2 കാറ്റഗറി സെലക്ട് ചെയ്യാൻ പറ്റും. ആ സെലക്ട് ചെയ്യുന്ന കാറ്റഗറിയിൽ നമുക്ക് അപ് ടു 20% വരെ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ് പറയുന്നത്. ഇതിന് പക്ഷേ ഒരു യൂണീക്ക് സംഭവം എന്ന് വെച്ചാൽ കുറേ പേർക്ക് 1000 രൂപ വരെ ക്യാഷ് ലിമിറ്റ് കിട്ടിയിട്ടുണ്ട്. ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡിൽ 1000 രൂപയ്ക്ക് ക്രെഡിറ്റ് ലിമിറ്റ് കൊടുക്കുന്നതാണ് കേട്ടാ. നോർമലി 10,000 മിനിമം കൊടുക്കാറുണ്ട്. ഇത് 1000 രൂപ, 2000 രൂപ, 3000 രൂപ, 5000 രൂപ, 10000 രൂപ അങ്ങനെയൊക്കെ മുന്നേ കൊടുക്കുന്നുണ്ട് ഇവർ. അതൊരു വെറൈറ്റി സംഭവമാണ്. പക്ഷേ ഒന്നും കിട്ടാത്തതിനായിട്ടും ഭേദമാണ്. അതൊരു കാര്യം എന്താ വെച്ചാൽ അവർ ഇൻകം പ്രൂഫും കാണുമെന്ന് ചോദിക്കുന്നില്ല. ജസ്റ്റ് സിബിൽ സ്കോർ ബേസ്ഡ് ആണ്, അവർ സിബിൽ റിപ്പോർട്ട് ബേസ്ഡിലാണ് അവർ കൊടുക്കുന്നത്. അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കസ്റ്റമർ കെയർ കുറച്ചും കൂടി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാറുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മോശം കസ്റ്റമർ കെയർ എനിക്കിപ്പോൾ ഇതുവരെയായിട്ട് ഫേസ് ചെയ്തേക്കുന്നത് ഇതിലും റോഡ് ബാങ്കാണ്, അല്ലെങ്കിൽ യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. അതാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. ആദ്യം ഭയങ്കര ഹൈ ലിമിറ്റൊക്കെ കിട്ടി, ഇതേപോലെ തന്നെ ആപ്പ് ഭയങ്കര ഡൗൺ ആണ്, ഏത് നേരവും ഡൗൺ ആണ്. എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രോഡ് നടന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു റീഫണ്ട് ഇഷ്യൂ എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടാനില്ല. അതാണ് മെയിൻ പ്രോബ്ലം ഇവിടെ. നമുക്ക് ഭയങ്കര ഇവർ 1.5 ലക്ഷം രൂപയൊക്കെ ലിമിറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1.5 ലക്ഷം രൂപ ലിമിറ്റുള്ള ഒരാളുടെ ആ കാർഡിൽ എന്തെങ്കിലും ഇപ്പോൾ ഫ്രോഡ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കാർഡ് ബ്ലോക്ക് ചെയ്യണം, അത് റിപ്പോർട്ട് ചെയ്യണം. അതിനൊക്കെ കസ്റ്റമർ കെയർ വിളിച്ചാൽ കിട്ടണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പോൺസ് വേണ്ടേ. ഇവരുടെ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസും ഇല്ല. എന്ന് വെച്ചാൽ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ആർക്കും ഒരു പിടിയില്ല. അതാണ് ഇപ്പോൾ ആ ഇഷ്യൂ. ബാങ്കിങ്ങിൻ്റെ സൈഡിൽ നിന്നും ഒരു പിടിയില്ല. യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക് അവർക്കും ആദ്യമായിട്ടാണ് ഒരു ക്രെഡിറ്റ് കാർഡ് ലൈസൻസ് ഒക്കെ കിട്ടിയിട്ട് സാധനം ഇറക്കുന്നത്. റോർ ബാങ്കിൻ്റെ ഫിൻടെക് കമ്പനിയാണ് റോർ ബാങ്ക് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ രണ്ടും കൂടിയിട്ട് ടൈപ്പ് ആയിട്ട് ഇറക്കുന്ന സാധനമാണ്. അപ്പോൾ അവർക്കൊരു പിടിയില്ല. അപ്പോൾ അതാണ് ഭയങ്കര ഇഷ്യൂ. എന്ന് വെച്ചാൽ അവിടെ ഒരു ഭയങ്കരമായിട്ട് സേഫ്റ്റി കൺസേൺ വരുന്നുണ്ട്. എന്താ വെച്ചാൽ ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇഷ്ടം പോലെ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു 48 മണിക്കൂറായിട്ട് ഇവരുടെ ആപ്പ് ഡൗൺ ആയിരുന്നു. ഇപ്പോൾ റീസെൻ്റിലാണ് ശരിയായത്. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഹൈ ലിമിറ്റ് കിട്ടിയവരൊക്കെ ഒന്ന് സൂക്ഷിക്കാൻ മറക്കണ്ട കേട്ടോ സാധനത്തിന്. ഇനീഷ്യലി കാർഡ് സൂക്ഷിച്ച് ഉപയോഗിക്കുക, കാർഡ് ടേൺ ഓഫ് ചെയ്ത് വെക്കുക, അതൊക്കെ ആയിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. പണി കിട്ടി കഴിഞ്ഞാൽ പണി കിട്ടിയ പോലെ ഇരിക്കും, കംപ്ലൈൻറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇനി ഒരു ബെറ്റർ ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതുവരെയായിട്ട് ഭയങ്കര മോശമാണ് സംഭവം. നിങ്ങൾക്ക് അവരുടെ റോഡ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ആപ്പിൻ്റെ റേറ്റിംഗ് തന്നെ പോയി നോക്കിയാൽ കാണാൻ പറ്റും. 2.2 ഒക്കെയാണ് റേറ്റിംഗ് ഉള്ളൂ. ഒരൊറ്റ ക്രെഡിറ്റ് കാർഡുകളുടെ ആപ്പ് നിങ്ങൾക്ക് ഇത്രയും റേറ്റ് പറഞ്ഞ് കാണാൻ പറ്റില്ല പ്ലേ സ്റ്റോറിലൊന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എടുക്കുമ്പോൾ സൂക്ഷിക്കുക, യൂസ് ചെയ്യുമ്പോഴും സൂക്ഷിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ പറയുമ്പോൾ ഫീച്ചേഴ്സ് കിടിലൻ ഫീച്ചേഴ്സ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടി പറയാം. റോർ ബാങ്കിൻ്റെ വെബ്സൈറ്റാണത്, roarbank.in എന്നൊരു വെബ്സൈറ്റാണത് കണ്ടോ. ഇതിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിൽ ആക്ച്വലി പ്ലേ സ്റ്റോറിനും ആപ്പ് ഉണ്ട്, ആപ്പിൾ സ്റ്റോറിനും ആപ്പ് ഉണ്ട്. 20% വരെ ക്യാഷ് ബാക്ക്, അപ് ടു 20% ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നോ ക്രെഡിറ്റ് ഹിസ്റ്ററി നീഡഡ്. അതൊരു മെയിൻ ഹൈലൈറ്റ് ആണ്. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ റിപ്പോർട്ടിൽ കാണാൻ പറ്റും. അത് ആവശ്യമില്ലെന്ന് അവർ പറയണത്.
അപ്പോൾ അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇത് ഇൻസ്റ്റൻറ്റ് അപ്രൂവലാണെന്ന് പറയുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ അപ്രൂവ് ആവുന്നുണ്ട്, അത് വേറെ കാര്യം കേട്ടോ. അതൊക്കെ ഉള്ള സാധനം എടുത്തുള്ള സാധനം പോലെ പറയണമല്ലോ. പിന്നെ ഹിഡൻ ഫീസ് ഒന്നും ഇല്ല, ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ 2-in-1 അക്കൗണ്ടാണത്. നമുക്ക് അതായത് സേവിങ്സ് അക്കൗണ്ടും കിട്ടും, ക്രെഡിറ്റ് കാർഡും കിട്ടും. പക്ഷേ ഇതിൻ്റെ സേവിങ്സ് അക്കൗണ്ട് ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ചെക്ക് ബുക്കോ അങ്ങനെ സംഭവമൊന്നും കിട്ടില്ല കേട്ടോ. ഡെബിറ്റ് കാർഡ് അങ്ങനെ സംഭവമൊന്നും കിട്ടില്ല. ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് നമുക്ക് 62 ദിവസം വരെ കിട്ടുന്നുണ്ട്. അത് കൂടുതലാണ്, എല്ലാത്തിനും കൂടി കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. നോർമലി 50 ദിവസം 48 ദിവസമൊക്കെ കിട്ടാറുള്ളൂ. അത് 62 ദിവസം കിട്ടുന്നുണ്ട്, 2 മാസം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് 7.5 ഇൻട്രസ്റ്റ് നമുക്ക് നമ്മുടെ ആ സേവിങ്സ് അക്കൗണ്ടിൽ കിട്ടുന്നുണ്ട്. പിന്നെ സ്കാൻ ആൻഡ് പേ UPI ഒന്നും ഫുള്ളി വർക്കിംഗ് ഒന്നും ആയിട്ടില്ല കേട്ടോ. നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് UPI ആപ്പിലൊന്നും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അത് വഴിയേ വരും. എന്നാലും ഒരു നല്ലൊരു ഇനീഷ്യേറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കസ്റ്റമർ കെയർ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഡൗൺ സൈഡ് തോന്നിയത്. അല്ലാത്ത പക്ഷം കുഴപ്പമില്ലാത്ത സംഭവം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ റീസെൻ്റ്ലി ഇനിയിപ്പോൾ ഇന്ന് വരികയാണെങ്കിൽ ഞാൻ ഇന്ന് പറ്റുമെന്ന് അറിയില്ല. ഞാനിപ്പോൾ അതിന് ശേഷം വർക്കിന് കയറാൻ പോവാണ്. അതൊക്കെ നാളത്തെ വീഡിയോയിൽ ഇങ്ങനെ ഇടാം. അൺബോക്സിങ് ഞാൻ 3ാമത്തെ മെയിൻ ചാനലിടുക, ഗുഡ് ഹാപ്പൻസ് എന്ന് പറഞ്ഞാൽ മെയിൻ ചാനലാണ് അൺബോക്സിങ് ഇടുക. അതിന് ശേഷം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ചാനൽ ഇടാം കേട്ടോ. അപ്പോൾ 2-3 നമുക്ക് 3 ചാനലുണ്ട്. അപ്പോൾ 3 സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. നമ്മളെല്ലാ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക് ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ വേണമെങ്കിൽ എൻ്റെ ആപ്പ് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അപ്രൂവലും സംഭവം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അപ്രൂവൽ വന്നിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ ഒരു ആപ്പ് ഫുള്ളി ഓപ്പൺ ആവണമെങ്കിൽ നമ്മുടെ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കണം. എവിടെ അത്? ഇതാണ് നമ്മുടെ റോർ ബാങ്കിൻ്റെ ആപ്പ്. കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്താൽ റോർ എന്ന് പറഞ്ഞ് വരും. ഇതിപ്പോൾ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞാൻ ഐഡിയ കൺഗ്രാജുലേഷൻ യുവർ കാർഡ് ഈസ് റെഡി എന്നൊക്കെ പറഞ്ഞ് കാണിക്കണ്ടോ. പക്ഷേ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് നമ്പർ ചോദിക്കും, ലാസ്റ്റ് 10 ഡിജിറ്റ്. കണ്ടോ, കാർഡ് കിട്ടാണ്ടപ്പോൾ അടിക്കാൻ പറ്റില്ലോ. അപ്പോൾ ഇവർ സപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാലും ഇവരെ സപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലേക്ക് പോവാം. അപ്പോൾ വാട്സപ്പ് ആയാലും ഭയങ്കര ഷോക്കാണ്, വൻ കോമഡിയാണ് അവരുടെ. അപ്പോൾ ഇതാണ് അവരുടെ വാട്സപ്പ് അക്കൗണ്ട്. നമ്മൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു മെസ്സേജ് വരും, ഹലോ മൈ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരു സ്റ്റാഫിൻ്റെ തന്നെ പേര് വരും. റോർ ബാങ്ക് കസ്റ്റമർ കെയർ, ജസ്റ്റ് എ ക്വിക്ക് ഹെഡ്സ് അപ്പ്, വി ആർ എക്സ്പീരിയൻസിങ് ഹയർ ദാൻ യൂഷ്വൽ ട്രാഫിക് റൈറ്റ് നൗ, സോ റിപ്ലൈ മേ ബി ഡിലേ. അങ്ങനെ പറഞ്ഞാൽ മെസ്സേജ് വരും. പക്ഷേ റിപ്ലൈ ഒന്നും വരില്ല കേട്ടോ. അത് വേറെ കാര്യം, ഡിലേ ഒന്നല്ല, റിപ്ലൈ വരില്ല. ഞാൻ 5-6 ദിവസം മുമ്പ് അയച്ച മെസ്സേജ് ഇപ്പോഴും എടുക്കുന്നുണ്ട്, റിപ്ലൈ ഇല്ലുണ്ട്. അപ്പോൾ അതൊക്കെ വരും, പേരിന് മാത്രമേ ഉള്ളൂ, ഒരു സപ്പോർട്ടും ഇല്ല. അപ്പോൾ അതാണ് ഞാൻ പറയാൻ കാരണം കേട്ടോ, അല്ലാണ്ട് ചുമ്മാ പറഞ്ഞല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റോർ ബാങ്കിൻ്റെ വീഡിയോ, റോർ ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ വീഡിയോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബാറ്ററി പോയാ